നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ആഹാകൃതേ ലോകേ സദേവാസുര രാക്ഷസേ. ലോകം മുഴുവൻ ഹാ എന്ന് ഭയം കൊണ്ടും ദുഃഖം കൊണ്ടും നിലവിളിക്കാൻ തുടങ്ങി. ദേവന്മാർ നിലവിളിച്ചു, അസുരന്മാർ നിലവിളിച്ചു, രാക്ഷസന്മാർ നിലവിളിച്ചു. മനുഷ്യർ മാത്രമല്ല ഭയന്ന് നിലവിളിച്ചത്, പക്ഷികളും മൃഗങ്ങളും മാത്രമല്ല ഭയന്ന് നിലവിളിച്ചത്, സൂക്ഷ്മമണ്ഡലങ്ങളിൽ വസിക്കുന്ന ദേവാദികളും അങ്ങ് പാതാളവാസികളായിരിക്കുന്ന അസുരന്മാരും എല്ലാവരും ഭയന്ന് നിലവിളിച്ചു. അങ്ങനെ എല്ലാവരും രക്ഷയ്ക്ക് മാർഗം കാണാതെ വേദന കൊള്ളുമ്പോൾ ഇതമന്തരമിത്യേവം മുക്തകാമോസ്മി ഭാരത. ഞാൻ ഉടനെ തന്നെ നിശ്ചയിച്ചു, ഇതാണ് അവസരം. എനിക്ക് വശഗതമായിരിക്കുന്ന പ്രസ്വാപനാസ്ത്രം പരശുരാമന്റെ നേരെ പ്രയോഗിക്കുവാനുള്ള സന്ദർഭം ഇതാണ് എന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു. ഞാൻ ചിന്തിച്ച മാത്രയിൽ ആ അസ്ത്രം എൻ്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടു. ആ അസ്ത്രത്തെ ആ ബ്രഹ്മവിത്തുകൾ, ബ്രഹ്മജ്ഞാനികളായിരിക്കുന്ന ആ വസ്തുക്കൾ എനിക്ക് രാത്രിയിൽ ഉപദേശിച്ചു തന്നതുപോലെ ഞാൻ വില്ലിൽ തൊടുത്തു, പരശുരാമന്റെ നേരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട്. അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ദേവാദികൾ എല്ലാവരും ആ കാഴ്ച കണ്ടു. പരശുരാമന്റെ നേരെ പ്രസ്വാപനാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അദ്ദേഹം ഉറങ്ങിപ്പോകും. അത് അദ്ദേഹത്തിന് വളരെ അപമാനകരമായി തീരും. ഈ ഒരവസ്ഥ വരുന്നത് കണ്ടിട്ട് ദേവന്മാർ ദുഃഖിച്ചു. പരശുരാമന് പരാജയം വരുന്നതും ഭീഷ്മന് പരാജയം വരുന്നതും ദേവാദികൾ ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല, ഇങ്ങനെ പ്രസ്വാപനാസ്ത്രത്താൽ പരശുരാമൻ വീണു എന്ന് വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് വലിയ അവമതിയുമായി തീരും. അത് ദേവന്മാർ ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് സഹിക്കുന്നതായിരുന്നില്ല. അതുകൊണ്ട് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, തതോ ഹലഹലാ ശബ്ദോ ദിവ്യരാജൻ മഹാനഭൂത്. ആകാശത്ത് സൂക്ഷ്മമണ്ഡലങ്ങളിൽ, ഇത് സ്ഥൂലമണ്ഡലം ഭൂലോകം, ഇതിന്റെ സൂക്ഷ്മമണ്ഡലങ്ങൾ ഭൂർലോകം, ഇതിന്റെ മുകളിലുള്ള സൂക്ഷ്മമണ്ഡലം അതാണ് ഭൂർലോകം. അവിടെ യക്ഷന്മാരും കിന്നരന്മാരും കിംപുരുഷന്മാരും വിദ്യാധരന്മാരും സിദ്ധന്മാരും ചാരണന്മാരും ഗന്ധർവന്മാരും ഒക്കെ വസിക്കുന്നു. അതിൻ്റെ ഉപരിയുള്ളതായ ലോകം അഥവാ അതിൻ്റെയും സൂക്ഷ്മമണ്ഡലത്തിലുള്ള ലോകം അതാണ് സ്വർലോകം. അത് ദേവന്മാരുടെ നിവാസഭൂമിയാണ്. ഇവിടങ്ങളിലെല്ലാം വസിക്കുന്ന ആളുകൾ, ദേവന്മാരും യക്ഷ കിന്നരാദികളും ഒക്കെ വളരെ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി. എന്താ അവർ വിളിച്ചു പറഞ്ഞത്? അതിൻ്റെതായ കോലാഹലം. അനേകം ആളുകൾ, ആയിരക്കണക്കിന് ദിവ്യശരീരികൾ അന്തരീക്ഷത്തിൽ നിന്ന് വളരെയേറെ വിഷമതയോടുകൂടിയിട്ട് വിളിച്ചു പറയുമ്പോഴേക്കും വലിയ കോലാഹലമാണ് കേൾക്കപ്പെടുക. അവരെന്താ വിളിച്ചു പറയുന്നത്? പ്രസ്വാപം ഭീഷ്മമാ സ്രാക്ഷീഹി ഇതി കൗരവനന്ദന. അല്ലയോ കൗരവ വംശത്തിന് ആഭരണമായി നിൽക്കുന്ന കൗരവ വംശജനായിരിക്കുന്ന അല്ലയോ ഭീഷ്മ, അങ്ങ് ഒരിക്കലും പ്രസ്വാപം എന്ന് പേരായിരിക്കുന്ന ഈ അസ്ത്രത്തെ പരശുരാമന്റെ നേരെ തൊടുക്കരുത്, പരശുരാമന്റെ നേരെ അത് പ്രയോഗിക്കരുത്. ഇങ്ങനെ ദേവന്മാർ ഉറക്കെ വിളിച്ചു പറയുന്ന, യക്ഷഗന്ധർവാദികൾ ഉറക്കെ വിളിച്ചു പറയുന്നത് നേരിട്ട് കേട്ടിട്ടും ഞാൻ പിന്മാറിയില്ല. ഞാൻ എന്ത് ചെയ്തു? അയുഞ്ചമേവ ചൈവാഹം തദസ്ത്രം ഭൃഗുനന്ദനെ.
ഭൃഗുവിൻ്റെ വംശത്തിൽ പിറന്ന ഭൃഗുപുത്രനായിരിക്കുന്ന ഭാർഗവനായിരിക്കുന്ന ആ പരശുരാമൻ്റെ നേരെ പ്രസ്വാപം എന്ന് പേരായ ആ അസ്ത്രത്തെ പ്രയോഗിപ്പാനായിട്ട് ഞാൻ അതിനെ വില്ലിൽ തൊടുത്തു. ഇനി ഒരു നിമിഷത്തിൻ്റെ ഒരു നേരിയൊരു അംശം പോലും വേണ്ട അത് പരശുരാമൻ്റെ നേരെ ചെന്ന് പരശുരാമനെ വീഴ്ത്താൻ. അപ്പോഴേക്കും വളരെ പെട്ടെന്ന് നാരദൻ എൻ്റെ മുന്നിലെത്തി. നാരദോ വാക്യമബ്രവീത്, അമ്പ് തൊടുക്കാൻ തുടങ്ങുന്ന എൻ്റെ നേരെ നാരദൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഏതേ വിയതി കൗരവ്യ ദിശി ദേവഗണാസ്ഥിതാഹ. അല്ലയോ കുരുവംശത്തിൽ പിറന്ന ഭീഷ്മ, അങ്ങ് കാണുന്നില്ലേ, ഇതാ ഈ അന്തരീക്ഷത്തില് പൂർലോക സ്വർലോകാദികളിലെല്ലാം സൂക്ഷ്മ ജീവന്മാര് ദേവാദികൾ അവര് വന്ന് നിറഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ? അവർ വിളിച്ചു പറയുന്നത് കേട്ടില്ലേ? തേ ത്വാം നിവാരയന്ത്യദ്യ പ്രസ്വാപം മാ പ്രയോജയ. അവരെല്ലാവരും നിന്നെ ഈ അസ്ത്രം പ്രയോഗിക്കുന്നതിൽ നിന്ന് തടയാൻ ആഗ്രഹിച്ചുകൊണ്ട് അരുതേ 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 എന്ന് ഇങ്ങനെ ഉറക്ക വിളിച്ചു പറയുന്നു. പ്രസ്വാപം, അല്ലയോ ഭീഷ്മ, നീ പ്രയോഗിക്കരുത് പ്രയോഗിക്കരുത് എന്ന് നിന്നെ നിവാരണം ചെയ്യുന്നു, പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അവർ വിളിച്ചു പറയുന്നത് കേട്ടില്ലേ എന്ന് നാരദൻ ഭീഷ്മനോട് ചോദിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അദ്ദേഹം തുടർന്ന് പറഞ്ഞു, രാമസ്തപസ്വി ബ്രഹ്മണ്യോ ബ്രാഹ്മണശ്ച ഗുരുശ്ചതേ. ഈ മുന്നിൽ നിൽക്കുന്ന പരശുരാമൻ ആരാണ് എന്ന് നീ ഒന്ന് വ്യക്തമായി ഓർമ്മിക്കൂ. അദ്ദേഹം തപസ്വിയാണ്, തപോബലം ഏറെയുള്ളയാളാണ്, ജീവിതം മുഴുവൻ തപസ്സിനു വേണ്ടി ഒഴിഞ്ഞു വച്ചയാളാണ്, അത്ര കണ്ട് ശുദ്ധമായ ചരിത്രമുള്ളയാളാണ്. അദ്ദേഹത്തിന്റെ പേര് രാമൻ എന്നാണ്. ജീവരാശികളെല്ലാം ധർമ്മത്താൽ ആനന്ദിപ്പിക്കുന്നവൻ, അതാണ് രാമ ശബ്ദത്തിന്റെ അർത്ഥം. അദ്ദേഹം ബ്രഹ്മണ്യനാണ്, ബ്രഹ്മജ്ഞാനിയാണ്. അറിയേണ്ടത് പരമാത്മാവിനെ തന്നെയാണ്. ആ പരമാത്മാവിനെ നന്നായി അറിഞ്ഞവനാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല, അദ്ദേഹം ബ്രാഹ്മണനുമാണ്. ബ്രഹ്മവിദ്യ നന്നായി അറിഞ്ഞിട്ട് ആ പ്രകാരത്തിൽ, അതിനനുസരിച്ച പ്രകാരത്തിൽ തപശ്ചര്യയായിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവൻ, അങ്ങനെയുള്ളയാളാണ് പരശുരാമൻ. ഗുരുശ്ചത്തെ, നിനക്ക് ഗുരുവുമാണ്. അങ്ങനെയുള്ളയാളിനെ നേരെ നീ അസ്ത്രം പ്രയോഗിക്കരുത്. പ്രയോഗിച്ചാൽ അദ്ദേഹത്തിന് അത് അയശസ്കരമായി തീരും. തസ്യാവമാനം കൗരവ്യ മാസ്മകാർഷി കഥഞ്ജന. അല്ലയോ കുരുവംശത്തിൽ പറഞ്ഞ ഭീഷ്മ, ഇങ്ങനെയുള്ള ഈ പരശുരാമനെ നീ ഒരു കാരണവശാലും അപമാനിക്കരുത്. ഇത് നീ വളരെ ബോധപൂർവമായിട്ട് കേട്ട്, ശ്രദ്ധയോടുകൂടിയിട്ട് കേട്ട് മനസ്സിലാക്കി അംഗീകരിക്കേണ്ട കാര്യമാണ് എന്ന് നാരദ മഹർഷി എൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് എന്നെ ഉപദേശിച്ചു. ജീവിതത്തിലെ വിവിധങ്ങളായിരിക്കുന്ന പ്രതിസന്ധികളിൽ നമുക്ക് ജ്ഞാനോപദേശം ചെയ്യാൻ വരുന്നയാളാണ് നാരദൻ. നാരമെന്ന് പറഞ്ഞാൽ പരമാത്മവിഷയകമായ ജ്ഞാനം, പരമാത്മാവിനെ കുറിച്ചുള്ളതായ അറിവ്. ആ അറിവിനെ ദദാതി, നൽകുന്നവൻ, അതാണ് നാരദൻ. നമ്മുടെ മലയാളത്തിലുള്ള ധാരാളം കഥകളിൽ വഴക്കുണ്ടാക്കി തമ്മിൽ അടികൂട്ടുന്നയാളാണ് നാരദൻ എന്നുള്ളതായ ഒരു പ്രചാരം വരത്തക്ക രീതിയിലുള്ള ചിത്രീകരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലായിടവും വഴക്കുണ്ടാക്കിക്കുന്നയാള് എന്ന് പൊതുവിൽ എല്ലാവരും നാരദനെ ധരിച്ചും വച്ചിരിക്കുന്നു. വഴക്ക് ഉണ്ടാക്കിച്ചിട്ടില്ലെന്ന് പറയുന്നില്ല, വഴക്കുണ്ടാക്കിച്ചിട്ടുണ്ട്, തമ്മിൽ തല്ലിച്ചിട്ടുമുണ്ട്. തമ്മിൽ തല്ലിക്കേണ്ട ആളുകളെ തമ്മിൽ തല്ലിച്ചിട്ട് തല്ലു കൊള്ളേണ്ട ആളിന് തല്ല് നിറച്ച് വാങ്ങിച്ചു കൊടുത്തിട്ടുമുണ്ട്. രാവണന് തല്ല് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ബാലിയുടെ കയ്യിൽ നിന്ന്. അത് ലോകഹിതത്തിന് വേണ്ടിയിട്ടും രാവണന്റെ ഹിതത്തിന് വേണ്ടിയിട്ടുമാണ്, രാവണന് വിവേകമുണ്ടാകാൻ. അങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട്. അത് കലഹപ്രിയത്വം കൊണ്ടല്ല, പിന്നെയോ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടും ഇതിൽ പെട്ടുപോയിരിക്കുന്ന ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അപകടത്തിലേക്ക് ചാടാൻ തുടങ്ങുന്ന ആളുകളെ
അപകടത്തിലേക്ക് ചാടാൻ തുടങ്ങുന്ന ആളുകളെ ആ അപകടത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് ശരിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഏത് സമയത്തും എവിടെയും ഓടിയെത്തുന്നയാളാണ് നാരദൻ. പരമാത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം അങ്ങനെ അദ്ദേഹം പകരുന്നു. അതുകൊണ്ടാണ് നാരദൻ, നാരം ദദാതീതി എന്നുള്ളതായ പേര് അദ്ദേഹത്തിന് വന്നു ചേർന്നത്. അങ്ങനെയുള്ള നാരദൻ ഇവിടെയും ഓടിയെത്തി. ഇങ്ങനൊരു വല്ലാതുള്ള പ്രതിസന്ധിയിൽ നാരദൻ വന്നു. ഭീഷ്മനെ ആപത്തിൽ നിന്ന് രക്ഷിക്കണം, പരശുരാമനെയും ആപത്തിൽ നിന്ന് രക്ഷിക്കണം, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഓടിയെത്തി. അദ്ദേഹം പറയേണ്ടത് പറഞ്ഞു. ആ അവസരത്തിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ തത്തോപശ്യം ദിവിഷ്ടാൻ വൈ താനഷ്ടവും ബ്രഹ്മവാദിന. ആ 8 പേരും ഇന്നലെ രാത്രിയിൽ ഞാൻ ഉറങ്ങുന്ന അവസരത്തിൽ എൻ്റെ സമീപത്ത് വന്ന് പ്രസ്വാപനാസ്ത്രത്തെ ഓർമ്മിപ്പിച്ചു തന്ന ആ 8 പേരും വസുക്കൾ, ആ 8 പേരും അന്തരീക്ഷത്തിൽ വന്നു നിൽക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു. അവര് പുഞ്ചിരി തൂകിക്കൊണ്ട് എന്നോട് ശനകൈരിതമബ്രുവൻ മെല്ലെ എന്നോട് ഈ കാര്യം പറഞ്ഞു. അവരെന്താ പറഞ്ഞത്? യഥാഹ ഭരതശ്രേഷ്ഠ നാരദ തത് തഥാ കുരു. അല്ലയോ ഭരതശ്രേഷ്ഠനായിരിക്കുന്ന ഭീഷ്മ, നാരദൻ അങ്ങയോട് പറഞ്ഞൊരു കാര്യമില്ലേ? നാരദൻ പറഞ്ഞ ആ കാര്യം അതേ പ്രകാരത്തിൽ അങ്ങ് ചെയ്തുകൊള്ളൂ. ഏതദ്ധി പരമം ശ്രേയോ, അതാണ് പരമമായിരിക്കുന്ന ശ്രേയസ്സിന് ആസ്പദം. അങ്ങയ്ക്കും പരശുരാമനും അതേപോലെ തന്നെ ലോകത്തിന് മുഴുവനും ഇത് ശ്രേയസ്കരമായിരിക്കും. അതിനാൽ നാരദൻ പറയുന്നത് അങ്ങ് അനുസരിച്ചു കൊള്ളുക. അങ്ങനെ വസ്തുക്കൾ എന്നോട് പറയുമ്പോൾ ഞാൻ അതിനെ അംഗീകരിച്ചു. തതശ്ച പ്രതിസംഹൃത്യ തദസ്ത്രം സ്വാപനം മഹത്. ഉറക്കാൻ ശേഷിയുള്ള, ആരെയും ഉറക്കാൻ ശേഷിയുള്ള ആ ബലിഷ്ഠമായിരിക്കുന്ന അസ്ത്രത്തെ ഞാൻ ഉടനെ തന്നെ ഉപസംഹരിച്ചു. അത് പരശുരാമന്റെ നേരെ പ്രയോഗിച്ചില്ല. എന്നിട്ട് എന്ത് ചെയ്തു? പരശുരാമൻ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രം ആളിക്കത്തി ഇങ്ങോട്ട് വരികയാണ്. അതിനെ തടയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രവും അവിടെയുണ്ട്. പരശുരാമന്റെ ബ്രഹ്മാസ്ത്രത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി 2 പേരുടെയും തപസ്സിന്റെ ബലമാണ് അവിടെ പരീക്ഷിക്കപ്പെടുന്നത്. എൻ്റെ തപോബലം കൊണ്ട് ഞാൻ പ്രയോഗിച്ചതായ ബ്രഹ്മാസ്ത്രത്തെ ഞാൻ കൂടുതൽ ദീപിപ്പിച്ചു. അങ്ങനെ ഈ 2 ബ്രഹ്മാസ്ത്രങ്ങളും പരസ്പര വിരുദ്ധമായിട്ട് ഇങ്ങനെ ദീപിച്ച് നിൽക്കുന്ന അവസരത്തിൽ ദേവന്മാര്, അതേപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഹിതം ആഗ്രഹിക്കുന്നവരായ പിതൃക്കള്, അവരെല്ലാവരും 2 പേരെയും ഈ ഭയങ്കരമായ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നേരിട്ടെത്തിച്ചേർന്നു. പരശുരാമൻ നേരിട്ട് കണ്ടു തൻ്റെ പിതാവായ ജമദഗ്നിയെ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളതായ തലമുറകളെയും ജമദഗ്നിക്ക് മുമ്പുള്ളതായ ആ ഭൃഗുവംശത്തിലെ ഋഷിമാരെയും ഋചീകാദികൾ, അവരെ എല്ലാവരെയും, സൂക്ഷ്മശരീരികളാണവർ, എല്ലാവരെയും പരശുരാമൻ നേരിട്ട് കണ്ടു. പിതൃക്കൾ എല്ലാവരും വന്നു നിൽക്കുന്ന അവസരത്തിൽ അവരെ പരശുരാമൻ വന്ദിച്ചു. ആ പിതൃക്കൾ പരശുരാമനോട് പറഞ്ഞു, മാസ്മൈവം സാഹസം ദാത പുനഃകാർഷി കഥഞ്ജന. അല്ലയോ കുഞ്ഞെ, നീ ഇനി ജീവിതത്തിൽ ഈ പ്രകാരത്തിൽ ഒരു സാഹസത്തിന് ഇറങ്ങരുത്.